பாருங்க டிக்கெட் இல்லாம நிறைய பேர் வராங்க டோர் ஓபன் பண்ணாதீங்க എന്നാ ശരി ബൈ എന്റെ സീറ്റ് മൈ സീറ്റ് അയ്യോ പ്ലീസ് ഓപ്പൺ ദ ഡോർ ഒരാളും കൂടെ കേറാണ്ട് അല്ല അണ്ണി അല്ല മാഡം ഒന്ന് തുറക്കോ ഒന്ന് സഹായിച്ചി ട്രെയിൻ തുറക്കണോ ഞാൻ തന്നെ ആരെങ്കിലും വന്നൊന്ന് വാലൂട്ടി കഴിഞ്ഞാൽ തുറന്നുകൂടെ നാണാവില്ലേ ഇയാൾക്ക് ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ കയറാൻ ഇതോ അയ്യോ സത്യമായിട്ട് പറഞ്ഞിട്ടല്ല എടുത്തു വെച്ചോ അയ്യോ ഫോൺ പൊട്ടി കണ്ണില്ലേ സ്കൂൾ ട്രിപ്പ് കേരള അത് എടുത്തു എന്താലേ എന്നെ സമ്മതിക്കും എനിക്ക് താങ്ക്സ് വേണമെന്നില്ല താങ്ക്സ് ഓ ഇരിക്കട്ടെ എടുത്തോ താങ്ക് യു വെൽക്കം അതേതാ ബുക്ക് ഹാരി പോട്ടർ ആൻഡ് ചേംബർ ഓഫ് സീക്രട്ട് ബാക്ക് സേറ എന്താ താൻ എന്തിനാ അതീ തന്നെ നോക്കിയിരിക്കണം അതിനിപ്പോ എന്താ കുഴപ്പം അതീ തന്നെ നോക്കിയിരുന്ന ഈ ചുറ്റിനുള്ള ഇത്ര മനോഹരമായ ലോകം തനിക്ക് കാണാൻ പറ്റുമോ ഇവിടെ പിന്നെ ചിലരുണ്ട് ചുറ്റും എന്താ നടക്കണേന്ന് അറിയില്ല ആർക്കും ഒരു ഉപകാരമില്ലാണ്ട് വെറുതെ തിളച്ച നമ്മൾ ഉപ്പിട്ട് അറിയില്ലാണ്ട് അതെ എന്താ ചിലര് ഗെയിം കളിക്കും ചില ആൾക്കാർ പുസ്തകം വായിക്കും അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ ശരി വൈ ഡോണ്ട് യു മൈൻഡ് യുവർ ഓൺ ബിസിനസ് അയാളുടെ ഒരു ചിന്ന ഫിലോസഫി സോറി ആക്ച്വലി ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് അതെ പിള്ളേരെങ്കിൽ പിള്ളേര് മക്കളെല്ലാം ഈ ട്രെയിനിൽ ആദ്യമായിട്ടാണോ അതെ ഞാൻ പക്ഷെ ഒരുപാട് ആണോ കേട്ടോ ആക്ച്വലി ഇതിനെ പറയുന്നത് സ്നെയിൽ റെയിൽ എന്നാണ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പുറത്തിറങ്ങി ഇതിന്റെ കൂടെ നടക്കാനൊക്കെ പറ്റും പിന്നെ ഞാൻ സാധാരണ ഇതിൽ ഇതിനകത്ത് ഇരിക്കാറൊന്നുമില്ല ഇതിന്റെ പുറത്തിറങ്ങി ഓടാറാ പതിവ് പിന്നെ വേറൊരു സാധനമുണ്ട് ഇതുണ്ട ഈ രണ്ട് കമ്പി ഉണ്ടോ അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഒറ്റ കിടപ്പാണ് അപ്പൊ ഈ കാറ്റത്ത് ഇങ്ങനെ ഒരു ഫൂന്നും പറഞ്ഞിട്ട് പോകും ദുൽഖർ സൽമാൻ അത് നോണ ചേട്ടന്റെ ശരിക്കുള്ള പേര് പറ ഹാരി ഹാരി പോട്ടർ അല്ല ഇത് വെറും ഹാരി അതെന്താ സെക്കൻഡ് നെയിം ഇല്ലേ ഇല്ല സെക്കൻഡ് നെയിം ഇല്ല ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ സ്കൂളിലല്ലേ ഇല്ല എനിക്കൊന്നും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും പറ കളിയാക്കരുത് ഇല്ല ഓക്കെ ഹാരി മേനോ കണ്ട ഇതാണ് ഞാൻ പറയാത്തത് അതെ എന്തോ അവരൊക്കെ ചെറിയ കുട്ടികളല്ലേ എന്തിനെങ്ങനെ നുണ പറയുന്നേ നുണ പറഞ്ഞാലും സത്യം പറഞ്ഞാലും ഒരു യാത്രയിൽ കണ്ടുവിട്ടുന്ന ആളുകൾക്കും അവരുടെ പേരിനും ഈ യാത്രയുടെ ഐസല്ലേ ഉള്ളൂ പിന്നെന്താ Are you Harry? Yes. You want to see magic? Please. Thanks. You will ask go. It's fine. ഒരു നേരെ ഷൈൻ ചെയ്യാൻ പറഞ്ഞു അതും നമ്മുടെ പിള്ളേരാണ്. You are not Harry Potter, okay? Okay. എന്റെ ബുക്ക് എവിടെ? എവിടെ എന്റെ ബുക്ക്? ബുക്ക് പോയി. ഇത് മാജിക്കൽ സാധാരണ ക്യാരറ്റ് എത്ര ഇതിന് 50 rupees മാ ബാക്കി വെച്ചു
അയ്യോ ഷോ. നിക്ക് നിക്ക്, ഞാൻ വരാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? വയ്യാകുന്നുണ്ടോ? നിക്ക്, ഞാൻ പിടിക്കാം. വാ. ഒന്നിനെ വെറുതെ വിട്ടേ. എടാ, ദൂരത്ത് സൽമാനെ നിൽക്കണം. മേട്ടുപാളെത്തടാ കാണിച്ചു തരാം ഞാൻ. അയ്യോ, ട്രെയിൻ പോണു. ഹലോ, നമ്മളെ എവിടെ പോയത്? വയ്യാണ്ടായി. ആ, ഹലോ, എവിടെയായിരുന്നു? ഹലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? അതെ, ഒരാൾ ട്രെയിൻ കയറാൻ വേണ്ടി ഓടുമ്പോൾ ട്രെയിനകത്തുള്ളവർ സഹായിക്കണം, മനസ്സിലായോ? വാ. ഡിങ് 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 ഡിങ്. വാ വാ വാ, സോറി, വാ. പ്ലീസ്. ഡിങ് 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 ഡിങ്. ഇപ്പൊ ആ വിഷമം മനസ്സിലായോ? കുഴപ്പമില്ല, വാ. ശരിയാക്കി തരാട്ടോ. പെട്ട് പെട്ട് നോക്കണ്ട, ഓടിപ്പോയി ചാടിക്കറ നാട്ടിലെ KSRTC ബസ് അല്ല, അത് പോയി. ബാഗ് ഞാൻ പൊക്കോളാം. അതെ, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് കാട് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടേലും പെട്ടെന്ന് എത്തണേ തിരിച്ചു കിടക്കണം. ഞാൻ പറഞ്ഞു എന്നുള്ളൂ, തന്റെ ഇഷ്ടം. പിന്നെ എനിക്ക് ഈ വഴിയൊക്കെ അറിയാം. ബാഗും പോയി, ട്രെയിനും പോയി. ഈ കാട്ടിൽ നിന്ന് ഇനിയിപ്പോ എത്ര നടന്നാലും റോഡിലേക്ക് എത്തും. അടിപൊളി. എടോ, താൻ വിഷമിക്കണ്ട. താൻ ഇനി ഒന്നും പറയണ്ട. താൻ കാരണം ഇതൊക്കെ ഉണ്ടായിരുന്നു. ആഹാ. താൻ ആദ്യം ട്രെയിനിൽ ചാടി ഇറങ്ങി തന്നെ തിരിച്ചേറാന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ തന്നെ മരിച്ച് ചാടിയിട്ടൊന്നും പോരാ. അണ്ട് എന്നോട് വിടാണോ? കുഴപ്പമില്ല, റോഡ് എത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് മേട്ടുപാളം എത്താം. താനൊന്നും ഇല്ലാണ്ട്. കാടാണ്, ചാടേക്കുന്ന വേണമെങ്കിൽ കുറയ്ക്കാം. എക്സ്ക്യൂസ് മീ, തന്റെ പേരെന്താ? പേരില്ലേ? നയൻതാര. നയൻതാര? നയൻതാരയുടെ വീട് എവിടെയാ? ആൻഡമാൻ. ആൻഡം. അതൊരുപാട് ദൂരല്ലേ? എന്റെ വീട് ഒറ്റപ്പാലത്താ. വരിക്കാശ്ശേരി മലയായിരിക്കും. അത് മനുഷ്യരിയിലല്ലേ? ഇത് അംബികാ തിയേറ്ററിന്റെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ നേരെ പോകുമ്പോൾ ഒരു വലിയൊരു ആലുണ്ട്. അതിന്റെ അടുത്തായിട്ട് ഒരു ഗ്രൗണ്ട് കാണും. അവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഇടതുവശത്തായി മൂന്നാമത്തെ വീടാണ് എന്റെ വീട്. വലിയ തറവാടായിരിക്കും അല്ലേ? അതെ, 4 കെട്ട. എന്റെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂഞ്ചിറക്കാവുന്ന വേല പോകുന്നവരെ കാണും. പിന്നെ കൊറേ ബന്ധുക്കളില്ലേ അവിടെ? പിന്നെ അമ്മാവന്മാരും അമ്മായിമാരും അവരുടെ മക്കളും. പണ്ട് എല്ലാരും ഒരുമിച്ചായിരുന്നു. പക്ഷെ ഇപ്പോഴും വേലക്ക് എല്ലാരും തറവാട്ടിലെത്തണം, അത് നിർബന്ധം. ആന ഉണ്ടായിരുന്നു, നീലാണ്ടൻ. ഓ, പക്ഷെ വിറ്റു. നോക്കാൻ ആളില്ലാന്നേ. പിന്നെ മുറ്റത്ത് വലിയൊരു മാവില്ലേ? ആ, അതിന്റെ മുകളിൽ ഊഞ്ഞാല് കെട്ടാറില്ലേ? ആ, തനിക്കെല്ലാം അറിയാലോ. അതെ, ഞാനും മലയാള സിനിമകളൊക്കെ കാണാറുണ്ട്. നോ, താനെന്താ ക്യാമറാമാനാണോ? ഇല്ല. ഓക്കെ. ഫോൺ ഉണ്ടോ കയ്യില്? ഫോൺ ഉണ്ടോന്ന്? ഇത് ഓണാവില്ലേ? ആ, ഒരു സെക്കൻഡ്. ബാറ്ററി. ഫോൺ വേറെ, ബാറ്ററി വേറെ. എവിടുന്ന് വരുന്നാണോ? താങ്ക് യു. ഈ മൊബൈലും കൂളിംഗ് ഗ്ലാസും അല്ലാതെ വേറെ ഒന്നും കയ്യിലില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഫോണുള്ള സ്ഥലത്തെത്തണം.